അവിടെ ഞാൻ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഒന്ന് പൊക്കിയാൽ മതി, അവർ നിലത്ത് വീഴും. അത് ഊർജം വന്ന് അടിക്കുന്നതാണ്. 8 തരത്തിൽ സമാധിയുണ്ട്. സമാധിക്ക് ശേഷമാണ് സമാധി എന്താണെന്ന് ഞാൻ അറിയുന്നത് എൻ്റെ ജീവിതത്തിൽ. അതിനുശേഷം ഭക്ഷണം വളരെ ലഘുവായി കഴിക്കും, പക്ഷെ കഴിക്കുമ്പോൾ എല്ലാം തന്നെ നെറുകെ കയറുക. ഈ പല്ലിൻ്റെ ഈ ഒരു ഭാഗമുണ്ട് അങ്ങനെ. ശരിക്കും സാധാ ഒരു മനുഷ്യൻ പ്രാണം വിടുമ്പോൾ മലദ്വാരത്തിലൂടെ പോകുന്നത്. സാധാ ഒരു മരണമാണെങ്കിൽ മലദ്വാരത്തിലൂടെ അത് പോകും, പ്രാണം പോകും. അപ്പോൾ കണ്ടില്ലേ മലം പോവ്, അതിങ്ങനെയുള്ള അതിൻ്റെയൊക്കെ ഒരു അവസ്ഥ വരുന്നത്. ശരിക്കും അന്നൊരു യോഗി സമാധിയിൽ എത്തിക്കഴിയുമ്പോൾ അവരുടെ പ്രാണനെ കുറച്ചു നേരം ബന്ധനപ്പെടുത്തി കഴിഞ്ഞാൽ ഈ നട്ടലിലൂടെ ഈ പ്രാണം കിടക്കും. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ വലിച്ച ആജ്ഞയെ നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ആയിട്ടുള്ള എല്ലാ ഓർമ്മകളും എനിക്ക് നഷ്ടപ്പെടുക. യോഗി വരിക, ഋഷി വരിക, തന്റെ മരണം ഈ സമയത്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് തിരിച്ചറിയാൻ സാധിക്കും. നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളക്കര ചർച്ച ചെയ്യുന്നത് ഒരു സമാധിയെ പറ്റിയാണ്. ഗോപൻ സ്വാമിയുടെ സമാധി. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് മഹാസമാധി ഒരുക്കി ഭക്തജനങ്ങളും ഹൈന്ദവ സംഘടനകളും കുടുംബവും ചേർത്ത്. ഇന്ന് അബാക് മീഡിയയിൽ നമ്മളോടൊപ്പമുള്ളത് ആദിഗുരുജി ഫൗണ്ടേഷൻ തൃശ്ശൂരിലെ മഠാധിപതി ആദിഗുരുവാണ്. നമസ്തേ. നമസ്കാരം. സമാധി എന്ന് പറയുന്നത് വലിയൊരു തമാശ വാക്കായി ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലാണ്. ആ ഹാഷ്ടാഗ് ഒരുപാട് പേരെടുത്ത് ഉപയോഗിക്കുന്നു. ഒരുപാട് ട്രോൾ വീഡിയോകൾ വരുന്നു. അങ്ങ് സോഷ്യൽ മീഡിയ എത്രമാത്രം സജീവമാണെന്ന് എനിക്കറിയില്ല, എങ്കിൽ പോലും ഒരുപാട് പേർ ഇത് കളിയാക്കുന്നുണ്ട്. സത്യത്തിൽ എന്താണ് സമാധി? ഇപ്പം അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ മധുരയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു യാത്രയിലാണ് എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ ഇട്ട് തന്നത്. ഈ ഒരു വീഡിയോ കയറിയൊന്നും കണ്ടില്ല. സമാധി എന്താണെന്നോ ഈ രീതിയിലാന്ന് വെച്ചാൽ എപ്പോഴും സമൂഹത്തെ അടക്കം ഇങ്ങനെയുള്ള ആത്മീയപരമായതുകൊണ്ടും പിന്നെ ഇത്രയും നാളത്തെ ഒരു ആത്മീയതയിൽ ഇറങ്ങിക്കഴിഞ്ഞ് നമ്മുടെ സാധനങ്ങളിലൊക്കെ വരുന്ന പലരുടെ അടുക്കലാണെങ്കിലും സമാധി എന്ന് പറഞ്ഞേക്കുമ്പോൾ അവർക്ക് ഭയം എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എല്ലാവർക്കും പേടിയാണ്. സമാധി എന്ന് നിൽക്കുമ്പോൾ മരണം അല്ലെങ്കിൽ അതിനോടുള്ളൊരു തയ്യാറെടുപ്പ് അങ്ങനെയൊക്കെയുള്ള വലിയ ആത്മീയത നിൽക്കുന്നവർക്ക് ഇപ്പോഴും വ്യക്തമല്ലത് എന്താന്നുള്ളത്. ഇപ്പം എന്തായാലും കുറച്ച് നെഗറ്റിവിറ്റി വന്നാലും ആൾക്കാർ ആ പദം കേൾക്കുന്നുണ്ട്. എൻ്റെയൊക്കെ ആത്മീയ പാതയിൽ വരുന്നതിൻ്റെ ഒരു കുറേ നമുക്കറിയില്ല. ഇപ്പോഴും പലർക്കും അറിയില്ല സമാധി എന്താണ്, മരണം എന്താണെന്നുള്ളൊരു ഇതില്ല. പക്ഷെ എൻ്റെ അനുഭവം വെച്ച് പറയാം, എനിക്ക് മറ്റുള്ളൊന്നും ഇതാക്കാൻ പറ്റുന്നില്ല. ഇപ്പം ആദ്യമായിട്ട് സമാധിക്ക് ശേഷമാണ് സമാധി എന്താന്ന് ഞാൻ അറിയുന്നത് എൻ്റെ ജീവിതത്തിൽ. താങ്കൾ സമാധിയായ ആളാണ്. സമാധി ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സില്ലാതാവുന്നതിനാണ് സമാധിയിൽ പറയുന്ന അവസ്ഥ. 8 തരത്തിൽ സമാധിയുണ്ട്. എപ്പോഴും സമാധി ഇപ്പം എൻ്റെ ഒരു ഊർജം ഇപ്പം ഞാൻ എപ്പോഴും മിസ്ട്രിസമാണ്. ഇപ്പം ഈ സൃഷ്ടിയെക്കുറിച്ച് അറിയുന്ന ഒരു കാര്യം ഞാൻ ഉള്ളിൽ അനുഭവിക്കുന്നത് എനിക്ക് മറ്റുള്ള ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ അതൊരു സമാധി അവസ്ഥയാണ്. ഇപ്പം അങ്ങേക്ക് നമ്മുടെ യൂട്യൂബ് ചാനലെടുത്ത് നമ്മുടെ ഓരോ ഈവൻറ്റ്സ് കണ്ടു നോക്കാം. അതിനൊരു സമാധി തയ്യാറെടുപ്പുണ്ട്. സമാധി ആവുന്നൊരു സ്റ്റേറ്റ് ഉണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് നമുക്കൊരു ഇമോഷൻസ് കടന്നു വരും, നമുക്ക് അതുകൊണ്ടാണ് പറയുന്നത് തുര്യാതീതം എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട്. കൂടിയ അവസ്ഥയാണ് ഏറ്റവും കൂടുതൽ. സുഷുപ്തിയെക്കാട്ടിൽ കൂടിയൊരു അവസ്ഥയാണ് അതുണ്ടാവുന്നത്. ആ സ്റ്റേറ്റിൽ ഇപ്പം ഞാനും ഇപ്പം ഒരു കാര്യം ചെയ്ത് നമുക്ക് മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവും, ഇത് ചെയ്താൽ ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ. അതേസമയം സ്പിരിച്വൽ വർക്ക് ചെയ്യുമ്പം ഒരു എനർജി വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ എക്സ്പെക്റ്റേഷൻ എല്ലാം അവസാനിക്കും. എപ്പോഴും നമുക്കൊരു ആഗ്രഹമില്ലാതെ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അതിനൊരു ഉന്മേഷം വേണം, എന്തെങ്കിലും വേണം. എന്നാൽ സ്പിരിച്വൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ആ മനസ്സില്ലാതായിപ്പോൾ അവിടെ ഒന്നും പ്രതീക്ഷയില്ല. ആ സ്റ്റേറ്റ് ഒരു സമാധി അവസ്ഥയാണ്. അപ്പം നമ്മുടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാർക്കും സമാധിയുടെ അവസ്ഥ എന്തെന്നറിയും. അവിടെ ഞാൻ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഒന്ന് പൊക്കിയാൽ മതി, അവർ നിലത്ത് വീഴും. അത് ഊർജം വന്ന് അടിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ അടുക്കൽ ഒരു സംസാരത്തിൻ്റെ ഇടയിൽ ഒരാൾ ചോദിച്ചു, ഇതൊക്കെ പൈസ കൊടുത്ത് ചെയ്യിക്കുന്നതാണോ ഗുരുജിന്ന്? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അവരുടെ പ്രൊഫൈൽ എടുത്ത് നോക്കാം. വളരെ പ്രശസ്തരായിട്ടുള്ള ഡോക്ടർമാർ, ഒരു കുട്ടി വിറച്ചു വരുന്നുണ്ട്, ടീച്ചർമാർ, 5-6 5 സ്റ്റാറും 3 സ്റ്റാർ ഹോട്ടലിൻ്റെ ഉടമകൾ, അവരൊന്നും ഒരിക്കലും പൈസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പോലും എന്നുവെച്ചാൽ ഇതൊരു നമുക്ക് ആരോട് വാക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ വരൂ, നിങ്ങൾക്ക് ഞാൻ ഈ എനർജി എക്സ്പീരിയൻസ്, അത് തന്നെ സംഭവിക്കുന്നു. അതിന് ആ സ്റ്റേറ്റിന് ഞാൻ ഇപ്പോൾ ഒരു ഈവെൻ്റ് നടക്കുന്നതിൻ്റെ മുമ്പേ 2 ദിവസം മുൻപേ ഞാൻ ഗ്രൗണ്ട് മാത്രം കഴിക്കും, നിലക്കടല മാത്രം വെള്ളത്തിലിട്ട് കഴിക്കും, ധ്യാനത്തിൽ മാത്രം തുടരും. അപ്പം ഒരു ഈവെൻ്റ് പദ്ധതി വെക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഞാൻ സമാധിയിലേക്ക് കടക്കും. അത് സഹജ സമാധി എന്ന് പറയും. അവിടെ നമുക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ തന്നെ നമുക്കൊരു ഇൻറ്റ്യൂഷൻ മൈൻഡിലേക്ക് കടക്കുകയും നമുക്കത് പൂർത്തീകരിക്കാനും പറ്റും. അപ്പോൾ ഒരു ദീക്ഷ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ എനർജി മറ്റുള്ളവർക്ക് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഊർജം കുറയുവാണ്. ഇപ്പോൾ സമാധി എന്താന്ന്
ആ ഒരു അവസ്ഥ എൻ്റെ ഒപ്പം ഉള്ളവർക്ക് അനുഭവിപ്പിക്കണം ഞാൻ സമാധിയിലായിരിക്കണം അവിടെ. സമാധി എന്ന് വെച്ചാൽ നമ്മളൊരു സ്പിരിച്വലി എല്ലാം സമാധി ആയി കഴിഞ്ഞാൽ പിന്നെ സ്പിരിച്വലി നമുക്ക് റിട്ടേൺ ഇല്ല, എല്ലാം ഉപേക്ഷിച്ച് നമ്മൾ പോവാണ്, നമ്മൾ ഭൗതികമായൊന്നും വരില്ല. അതൊക്കെ വൈരാഗ്യമുള്ള സ്വാമിമാർ അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. ആ ടേസ്റ്റ് അത്രയും വലുതാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ഇത് കളയാൻ അത്രയും ഒരു എന്നുവെച്ചാൽ ജീവിതത്തിന്റെ വേറൊരു തലത്തെയാണ് നമ്മൾ അറിയുന്നത്. പിന്നെ അതുമായിട്ട് ചേരാനും അവിടെ അലിയാനും നിർവികൽപ്പ സമാധിയാണ് ഏറ്റവും. ഇപ്പൊ ഒരിക്കലും ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് ഒരു ടിക്കറ്റ് കിട്ടത്തില്ല. അതേസമയം നമ്മൾ കർമ്മ പ്രാരാബ്ദത്തിൽ നിന്ന്, ഈ കർമ്മചക്രത്തിൽ നിന്ന് മോചനപ്പെടണമെന്നൊരു വ്യക്തി ആഗ്രഹിക്കുമ്പോൾ അതിന് പരിധിക്കുള്ളൊരു ഊർജം വേണം. അത് തൂങ്ങി മരിച്ചാലോ തലക്കടിച്ച് മരിച്ചാലോ ഒന്നും സംഭവിക്കുന്നില്ല. അതൊരു ഊർജം നിറയണം. ആ ഊർജം നിറഞ്ഞാൽ മാത്രമേ ഇത് പോകുന്നു, ഈ അവസ്ഥയിലേക്ക് എത്തുന്നുള്ളൂ. അതിന് നമ്മൾ നിർവികൽപ്പ സമാധി എന്ന് പറയും. അതിലൊരു വ്യക്തി എത്തിക്കഴിഞ്ഞാൽ, ഇപ്പം എന്നെ സംബന്ധിച്ച് നോക്കുവാണെങ്കിലും ഞാൻ ആദിശങ്കരാചാര്യൻ്റെ അടുക്ക് വെച്ചിട്ട് സമാധിയായ അവസ്ഥയിൽ ഒരു 3 ദിവസം സമയത്തോളം നമുക്ക് ഇപ്പോൾ ഉള്ളൊരു നമ്മൾ അതുവരെ ജീവിച്ചുകൊണ്ടിരുന്ന സ്റ്റേറ്റ് ഉണ്ട് അല്ലേ. ഞാനും ഒരു തിരിച്ചറിവിൻ്റെ സാധന ചെയ്ത് ആ ലെവലിൽ എത്തി ഏറ്റവും അവസാനമാണ് സമാധി എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് എത്തുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് നോക്കും ഇതുവരെ സ്പിരിച്വൽ ഇല്ലാത്ത വേറൊരു എക്സ്പീരിയൻസിലേക്കാണ് ഞാൻ കിടക്കുന്നത്. നേരത്തെ ഞാൻ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്തുണ്ടാകും, നമുക്ക് ചിന്ത വരും. മനസ്സിനെ അതെടുക്കാൻ വേണ്ടി മന്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ എടുക്കും. പക്ഷെ നമ്മൾ സമാധിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഏതാനും നിമിഷങ്ങൾ മതി വേറൊരു അവസ്ഥയിലേക്ക് എത്താനായിട്ട്. അപ്പൊ എന്നെ 3 ദിവസത്തോളം എനിക്ക് എന്നോടുള്ള മീൻസ് ഒരു വികാരം ഉണ്ടല്ലോ. ഞാൻ ഈ ശങ്കരാചാര്യൻ്റെ കാലടിയിൽ നിന്ന് ഞാൻ തിരിച്ച് തൃശ്ശൂർ വന്നിട്ട് പോകുന്ന ഒരു ഇതാണ്. കാലടിയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ അതേസമയം നമ്മൾ കുറച്ച് യാത്രകളൊക്കെ ചെന്ന് കഴിയുമ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മൂമ്മ ഒക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് അതുവരെ ഉണ്ടാകുന്നൊരു സ്റ്റേറ്റ് ഉണ്ടല്ലോ, നമ്മുടെ റിലേഷൻഷിപ്പുമായിട്ടുള്ള ഒരു ഇമോഷണലി ഉണ്ടാകുന്നത്, അവിടെ ഒന്നും തന്നെ നമുക്ക് ഓർക്കാൻ പറ്റുന്നില്ല. ഇവരുമായിട്ടുണ്ടായിരുന്ന ഒരു അറ്റാച്ച്മെൻറ്റ്, നമ്മളിൽ നിന്നെല്ലാം ഒരു ഒന്നിനോട് വികാരമില്ലാത്ത അവസ്ഥ. ആ സ്റ്റേറ്റിലും നമ്മൾ ഈവൻറ്റും കണ്ടക്ട് ചെയ്യുന്നില്ല, ഒന്നുമില്ല. അപ്പോൾ നമുക്ക് തന്നെ ചിന്തിക്കും ഇതൊക്കെ ഒരു കുഴപ്പമാണോ, മാനസികപരമായിട്ട് എന്തെങ്കിലും ഇനി അങ്ങനെ ഒരു ചിന്ത വരുമല്ലോ. ആ സ്റ്റേറ്റിൽ നിന്ന് കടന്ന് പിന്നീടാണ് സമാധിയും കാര്യങ്ങളൊക്കെ പഠിക്കാൻ ഇറങ്ങി. അപ്പം നമുക്ക് കേൾക്കുമ്പോൾ തന്നെ കത്തും. നേരത്തെ കത്തില്ല. സമാധി എന്താന്ന് പറഞ്ഞാലും മുക്തി എന്താന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുവരെ ഞാനാണെങ്കിൽ പോലും നമ്മുടെ ഭൗതിക ജീവിതത്തിന്റെ പശ്ചാത്തലം ഉയർത്തണമെന്ന് മാത്രം ചിന്തിച്ചിരുന്നൊരു വ്യക്തിയാണ്. അതേസമയം ഈ സ്റ്റേറ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളറിയാൻ നമ്മുടെ ഉള്ളിൽ നിന്നൊരു ഒരു സ്നേഹവും ആ അവസ്ഥയൊക്കെ കടക്കുമല്ലോ, മനുഷ്യനോടൊന്നും പ്രതീക്ഷിക്കാത്ത ഒരവസ്ഥയിലേക്ക്. അപ്പം ഞാൻ മനസ്സിലാക്കി അതിനുശേഷം ഭക്ഷണം വളരെ ലഘുവായി കഴിക്കും. പക്ഷെ കഴിക്കുമ്പോൾ എല്ലാം തന്നെ നെറുകെ തന്നെ കയറുക. മറ്റേ ബിജു പത്മനാഭൻ്റെ ചാനലിൽ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു തവണ. അപ്പം ഞാൻ പിന്നെ എന്ത് ചെയ്യുന്ന ഈ പല്ലിൻ്റെ ഈ ഒരു ഭാഗമുണ്ട് അങ്ങനെ. ശരിക്കും സാധാ ഒരു മനുഷ്യൻ പ്രാണം വിടുമ്പോൾ മലധാരത്തിലൂടെ പോകുന്നത്. സാധാ ഒരു മരണമാണെങ്കിൽ മലധാരത്തിലൂടെ അത് പോകും, പ്രാണം പോകും. അപ്പോഴും കണ്ടില്ലേ മലം പോവ്, അതിങ്ങനെയുള്ള അതിൻ്റെയൊക്കെ ഒരു അവസ്ഥ വരുന്നത് ശരിക്കും. അന്നൊരു യോഗി സമാധിയിൽ എത്തിക്കഴിയുമ്പോൾ അവരുടെ പ്രാണനെ കുറച്ചു നേരം ബന്ധനപ്പെടുത്തി കഴിഞ്ഞാൽ ഈ നട്ടലിലൂടെ ഈ പ്രാണം കിടക്കും. ഇത് കടന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ നമ്മുടെ ഇപ്പം ഞാൻ എൻ്റെ ഇവിടെ നോക്കിയാൽ ഇങ്ങനെ ഒന്ന് പൊക്കിക്കഴിഞ്ഞാൽ ഈ മലദ്വാരം തുറക്കുന്നതിൽ ഈ അണ്ടാവ് തുറക്കും തന്നെ. ഇപ്പം അടഞ്ഞിരിക്കുമോ, പക്ഷെ ഇത് തുറപ്പിക്കാൻ പറ്റും. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കും. ഞാൻ മുമ്പേ അങ്ങോട്ട് പറഞ്ഞില്ല ഇവിടെ ഒരു വലിയ കുഴി ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമെന്ന്. കുറച്ചു നേരം നമ്മൾ ഇതാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ പെരുവിരൽ തൊട്ട് ഒരു ഊർജ്ജം എന്ത് ചെയ്യും, ഇങ്ങനെ വലിയും. അപ്പം ഞാൻ എൻ്റെ ഇത് നമുക്ക് ഇവിടെ അനാഹത വരെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾഡാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ വലിച്ച ആജ്ഞയെ നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ആയിട്ടുള്ള എല്ലാ ഓർമ്മകളും എനിക്ക് നഷ്ടപ്പെടുക. അപ്പം അങ്ങയോട് ഞാൻ എന്ത് സംസാരിക്കണമെന്നുള്ള എനിക്ക് അറിയത്തില്ല, എൻ്റെ ബുദ്ധിയില്ല അവിടെ. ഇപ്പം ശ്രീരാമ പരമഹംസനൊക്കെ സമാധി ഒന്നുകൊണ്ട് എത്രയോ ദിവസങ്ങൾക്ക് മുമ്പേ ഭക്ഷണം ഭാര്യ അടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഓർമ്മയില്ലായിരുന്നു, തിരിഞ്ഞിരിക്കുമായിരുന്നു. അത്രയും ഫുഡിനോട് അത്ര ക്രേസ് ഉള്ള ഒരാൾ, അത്രയും ആ സ്റ്റേറ്റ് അങ്ങനെ നമ്മളായിപ്പോവും. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഗൂഗിൾ മീറ്റിൽ നമ്മളൊരു സാധനം എടുത്താറുണ്ട്, ബ്രാഹ്മി 21 days. അന്ന് എന്തൊക്കെയോ കുറേ കാര്യങ്ങളും തിരക്കൊക്കെ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ ഒരു എനർജി വർക്കാണ്, അന്ന് നാഗസാധനയും കൂടിയാണ്. അപ്പോൾ എനർജി വേണം, പെട്ടെന്ന് എനർജി നമുക്ക് വേണം. മറ്റുള്ളവർ വരുമ്പോൾ ആ ഒരു വൈബ്രേഷൻ അനുഭവിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്തു, ഒരിക്കലും ഞാൻ എൻ്റെ സാധനയും നാക്ക് മുകളിലോട്ട് പൊക്കത്തില്ല, അത് അപകടമാണ്. പെട്ടെന്ന് എൻ്റെ പ്രാണം കടന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറേ നേരം ഒരു 3/4 മണിക്കൂർ കഴിയുമ്പോഴാണ് തിരിച്ച് ഓർമ്മയിലേക്ക് വരുന്നത്. പക്ഷെ ആ സ്റ്റേറ്റ് ബ്ലിസ്സാണ്, പരമാനന്ദം എന്ന് വിളിക്കാൻ
നമുക്കറിയുന്നില്ലല്ലോ, മനസ്സവിടെ ഇല്ലല്ലോ, നമുക്കവിടെ ഒന്നുമില്ല. അതേസമയം ബ്ലാങ്ക് ആണ്. അവിടെ നമുക്കത് ഇപ്പൊ നമ്മുടെ ഉള്ളിലൊരു കാര്യം, ഒരു ശാന്തി അനുഭവിക്കുന്നു, നമുക്ക് പറയാൻ പറ്റില്ല, അത് അതുമായിട്ട് ചേരുവല്ലേ ചെയ്യുന്നത്. അതേപോലെ ഒരു ബോധമായിട്ട് ചേരും, അതൊരു ട്രൂത്താണ്. നമുക്ക് തന്നെ അവസ്ഥ കഴിയുമ്പോൾ മനസ്സിലാവും അതെന്താന്നുള്ളത്. പിന്നെ നമ്മൾ കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരുടെ എക്സ്പീരിയൻസും ചില ഗ്രന്ഥങ്ങളും ഒക്കെ മനസ്സിലാകുമ്പോൾ ഇത് തന്നെയാണ് സമാധിയുടെ അവസ്ഥയെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് ഈ ബ്രഹ്മചാര്യവും സന്യാസം എന്നൊക്കെ പറയുന്നത് നമ്മുടെ പ്രാണനെ ആ രീതിയിലേക്ക് വിടുവാണ്. ഈ സമാധി അവസ്ഥയിൽ ദേഹത്തെ വെടിച്ചു പോകുന്നൊരവസ്ഥ, മരണമെന്ന് സാധാരണക്കാർ അതിനെ ഇപ്പോ ഗോപൻ സ്വാമിയുടെ സമാധിയാണ് ഇതൊക്കെ സംസാരിക്കാനുള്ള ഒരു വിഷയം. നോക്കൂ, വാർത്താ മാധ്യമങ്ങളിൽ നമ്മൾ കേട്ടതാണ്, ക്ഷേത്രത്തിൽ പൂജ കഴിച്ച് തിരിച്ചു വീട്ടിലെത്തിയ ഗോപൻ സ്വാമി ആഹാരം കഴിച്ച് ഗുളികകളൊക്കെ കഴിച്ചിട്ടാണ് ധ്യാനത്തിനായി ആ തറയിലേക്ക് പോകുന്നത്. അവിടെ എത്തിയ ഇളയ മകനെ വിളിച്ചു പറഞ്ഞു, അച്ഛൻ സമാധിയാകാൻ പോവുകയാണ്. അതിനുശേഷം അദ്ദേഹം ജീവൻ വെടിഞ്ഞു എന്നാണ് മക്കളുടെ ഭാഷ്യം. അത് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അത് മക്കൾ അങ്ങനെ പറയുന്നു. അപ്പോ ഒരാൾക്ക്, ഒരു യോഗി വര്യന് അല്ലെങ്കിൽ ഒരു ഋഷി വര്യന് തന്റെ മരണം ഈ സമയത്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് തിരിച്ചറിയാൻ സാധിക്കുമോ?